Hello guys, welcome back to a new video of GT's Actual Creations. സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാൻഡ് ത്രെഫ്റ്റ് ഓട്ടോ സാൻ ആൻഡ്രിയാസ് വിത്ത് ഫുൾ HDR ഗ്രാഫിക്സ് ആണ്. എന്നുവെച്ചാൽ ഇത് ജി ടി സാൻ ആൻഡ്രിയാസിൻ്റെ ലെഗസി മോഡാണ്. നിങ്ങൾ അറിഞ്ഞ പോലെ GTA 5 ലെഗസി മോഡ് ഇറങ്ങിയ പോലെ GTA സാനിൻ്റെയും ലെഗസി മോഡ് ഇറങ്ങിയിരുന്നു. ആ ലെഗസി മോഡാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. വീഡിയോ കിടക്കാം. ചിലപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഗെയിം വെച്ച് ലാഗിയായിട്ട് തോന്നാനും ചാൻസ് ഉണ്ട്. വെച്ചാൽ ഞാൻ ഈ ഗെയിം ഇതുവരെ കളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് കളിക്കുന്നത്. ഞാൻ ലെഗസി മോഡായിട്ട് ഞാൻ കയറ്റി വെച്ചാൽ അൺഒഫീഷ്യലാണ് വെച്ചാൽ ഒഫീഷ്യൽ ലെഗസി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വെച്ചാൽ ഇങ്ങനെ ഫിസിക്സും ഡീറ്റെയിലും കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വെച്ചാൽ ഈ അനിമേഷനില്ലേ, അനിമേഷൻ്റെ കുറച്ച് കൂട്ടുണ്ട്. നമ്മുടെ ടീം മെമ്പറിനെ അവിടെ വിളിച്ചുകൊണ്ടു അല്ലേ, എൻ്റെ മോശമല്ലേ വയസ്സ്. നീ എൻ്റെ കൂടെ വാ നീ എൻ്റെ കൂടെ വാ. നമ്മുടെ ഫ്രണ്ട് സീറ്റ് ഉണ്ടല്ലോ, അവിടെ കയറി നമുക്ക് ഗ്യാങ് വാറിനോട് എല്ലാത്തിനും ഇടിച്ച് ഈശി പൂഷണ്ട ഗൈസ്. ഞാൻ എൻ്റെ ഈ GT സാൻ ആൻഡ്രിയാസിൻ്റെ ഫുൾ മിഷീനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്കത് പക്ഷേ വീഡിയോ ഇടാൻ പറ്റത്തില്ല ഗൈസ്. വെച്ചാൽ അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ആക്ച്വലി അതിനകത്ത് ഉപയോഗിക്കുന്ന വേർഡ്സ് ഇച്ചിരി മോശമാണ്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇടാതിരുന്നത്. ഇട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ മൂഡ് മൊത്തം പോലെ ഗൈസ്. അവിടെ നമുക്ക് ഫൈറ്റിന് പോകണ്ടേ, മഞ്ഞക്കരുവിനെ തോപ്പിച്ചാലേ നമുക്ക് ഇവിടോട്ട് പോകാം. എൻ്റെ ദൈവമേ, നല്ല മസ്താൻ GT ആയിരുന്നു അടിച്ചാൽ പൊളിച്ച്. ഇതൊരു നമ്മുടെ ടീമിലെ ആളുടെ ആയിരുന്നു. പക്ഷെ ഞാൻ അടിച്ചൊരു കൊണ്ടുവന്നു പെട്ടെന്ന് വയസ്സ് നമ്മുടെ വയനാടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് GT സാൻ്റെ ലെഗസി മോഡ് ഇഷ്ടപ്പെട്ടു വയസ്സ്. വെച്ചാൽ സണിൻ്റെ VHS എഫക്ട്സ് കണ്ടോ, സൂപ്പർ ഡേസ്, ഫുൾ HDR സൂപ്പർ. അയ്യോ ഫിസിക്സ് വൈസ് വെച്ചാൽ പൊട്ടുന്ന സ്ക്രാച്ച് എഫക്റ്റ് എല്ലാം കണ്ടു വയസ്സ്. വെച്ചാൽ ഞാൻ ഫുൾ ഗ്രാഫിക്സ് സീറ്റ് ഇപ്പം കളിക്കുന്നത്. ഫോൺ പൊടിക്കുന്ന ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്, എന്നാലും നല്ലൊരു അത്യാവശ്യം ഗെയിമിംഗ് ഫോണായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. നമുക്കൊരു അടി ഉണ്ടാക്കിയിട്ടുള്ള കാര്യം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഗ്യാങ് വാറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. എൻ്റെ വീഡിയോ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൂടാ. ഗ്യാങ് വാർ വിത്ത് മഞ്ഞക്കരു. വീട്ടിലോട്ട് പോവാം. മഞ്ഞക്കരുവിനെ കിട്ടിയാൽ നമുക്ക് ഗ്യാങ് വാർ തുടങ്ങാൻ പറ്റും. മഞ്ഞക്കരു കിട്ടിയാൽ പൊട്ടിക്കണമല്ലോ മച്ചാന്മാരെ. ഹായ് അതേ പോയി. നമുക്ക് ലോക്കോട് ഇട്ടിട്ട് അങ്ങ് ഫയർ പൊട്ടിച്ചാൽ ഗ്യാങ് വാർ ഇട്ടുമ്പോൾ നമ്മുടെ ആളുടെ അടുത്ത് പറയാം, ഇവിടെ നിൽക്കാൻ പറയാം. നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കേണ്ടതിനോട് ഗൈസ്. GTA ലെഗസിയിൽ വെച്ചാൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ ഒക്കെ ഫിസിക്സ് പക്ഷേ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കുക ഗൈസ്. കിണ്ണൻ ഡീറ്റെയിൽസ് അല്ലേ വെച്ചാൽ ഇതിൻ്റെ ഫീൽ നമുക്ക് GTA 5 ഫീൽ ഇടുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ എനിക്ക് കളിക്കുമ്പോൾ വെച്ചാൽ ആ സ്മൂത്ത് ഈ ഹാപ്റ്റിക്സ് കിട്ടുമ്പം അത് സുഖമാണ് ഗൈസ്. സാറുടെ ഫസ്റ്റ് വേവ് ഗൈസ്, തേർഡ് വേവ് ഉണ്ടോ ഗൈസ്. അപ്പം മൈ ഗോഡ്, മറ്റേ ബല്ലാസിനെ പൊട്ടിച്ചായിരുന്നു ഗൈസ്. നമ്മൾ ബല്ലാസിനെ കീറി വെച്ചായിരുന്നു. ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടു പോകണം കേട്ടോ. ബല്ലാസിനെ നമ്മൾ കീറി വെച്ചായിരുന്നു. എല്ലാത്തിനും കീറ. എന്തോടാ എൻ്റെ ആളെ കൊന്നാ നീ? നിനക്ക് ഞാൻ പണി തരൂടാ. MK47 വെച്ച് തലയിട്ട് അടിച്ചാൽ കൂടി. അത്ര ഉള്ള ദിവസം നമ്മുടെ ഹോമിയോ പണിഞ്ഞവരില്ലേ എല്ലാത്തിനും. ആർമർ കിട്ടി വാ. നീ എല്ലാത്തിനെയും പൊട്ടിക്കാൻ പോയി. നമ്മളൊന്നുമില്ല, ഒത്തു തീർപ്പില്ല. നമുക്ക് ഗ്യാങ് വാർ സോണിൽ തന്നെ ഇരുന്നിട്ട് വെടി വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ അറിയാമല്ലോ പൂഷാൻ ചാൻസ് ഉണ്ട്. എല്ലാവരെയും തീർത്തു. മഞ്ഞക്കരു, യു ആർ ഔട്ട് ഓഫ് മൈ റേഞ്ച്. ഇവര് വെടിവെക്കും, ഇപ്പം വെടിവെക്കും. തീരള നീ ഇപ്പൊ ചാവ്. നമ്മൾ വെടി വെച്ച് തീർത്തിരിക്കുന്ന വയസ്സ്. നമ്മുടെ ഹോമീസിനെ എല്ലാം തീർത്തു വയസ്സ്. പാവം ചത്തവരുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് എൻ്റെ CGM ആയിട്ടുള്ള ഫൈറ്റ്. ഇത് വെച്ചാൽ M4 ഗണ്ണാണ് ഗൈസ്. എൻ്റെ കുറേ വെപ്പൺസ് ഉണ്ട്. ഇതുണ്ട് മറ്റേ എല്ലാം ഉണ്ട് ഗൈസ്. അത്യാവശ്യം പറ്റിയ എല്ലാ സാധനങ്ങളും എൻ്റെ ഉണ്ട്. ഈ സ്പ്രേ ക്യാൻ വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു. സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ചുമയ്ക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ അവർ ഹുഡീസ് അണ്ടർ അറ്റാക്ക് ഇല്ല ഗൈസ്. നമുക്ക് ചെറിയൊരു പണി വെച്ചെടുക്കാം ഗൈസ് അവർക്കായിട്ട്. ഹുഡ് അറ്റാക്കിലാകുന്ന അവിടെ വരെയാണ് നമ്മൾ കറക്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. വീഡിയോയിലോട്ട് പോകാം.
മാറ് മാറ് മാറ്. ആ, അവർ കുട്ടീസ് അണ്ടർ അറ്റാക്ക് ഇല്ല ഗൈസ്, നമുക്ക് പണി കൊടുക്കാം. ഈ മഞ്ഞക്കരുവിന്റെ പണിയാണെങ്കിൽ എല്ലാത്തിനും തലമുണ്ട അടിച്ചു പൊട്ടിക്കും. ഒരു റീജിയൻ കയ്യിലാക്കുമ്പോൾ ഉണ്ടെങ്കിൽ മഞ്ഞക്കരുവിന്റെ ഈ നീക്കങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യോ, സോറി 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 സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്, പഴയ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ഒറ്റ ഇടിച്ചു കൊടുത്തു. പക്ഷെ എപ്പോഴും ഇവിടെ ആണല്ലോ ഗൈസ് ഇഷ്യൂ വരുന്നത് ഈ മഞ്ഞക്കരുവുമായിട്ട്. മഞ്ഞക്കർക്ക് പണി കൊടുത്തിട്ടുള്ള കാര്യം. മാറും കീഴ് മാറും കീഴ് മാറും കീഴ് മാറും കീഴ് മാറും കീഴ് മാറും. ഈ പൊട്ടിക്കടാ സീജെ നീ രണ്ടെണ്ണം കൂടെ ഉള്ളതെന്ന് തോന്നുന്നില്ലേ. വാടാ ഇവിടെ വാടാ, അടി ഉണ്ടാക്കിയിട്ട് കയറി മൂട്ടി കയറുന്ന മതിയോ. യാ ഗൈസ്, യെസ്, നമ്മൾ നമ്മുടെ ഏരിയ തിരിച്ച് കൈ അടക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ സീജയുടെ ഫൈറ്റ്. വെച്ചാൽ ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ ഡ്രസ്സിങ് ഒക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേറെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കാം. സോ ഇതൊരു GT സെക്ടർ കണ്ട ഏവർക്കും നമ്മൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഹോമിൽ പിടിച്ച് വണ്ടി എടുത്താൽ വടക്കൊട്ട വണ്ടി കയറി. ഏതവനെയാണ് കഴിച്ചാൽ വിളിച്ചത്? ഓ, അവനെയാണ് വിളിച്ചത്. നീ വണ്ടി കയറി. ഹോമിക്കെല്ലാം സുഖമാണ് ഞാൻ വിചാരിക്കുന്നുണ്ടോ ഗൈസ്? ഹോമി അങ്ങനെ നിങ്ങൾക്ക് സുഖമൊക്കെ അല്ലേ ഹോമി? പിന്നെ ഗൈസ്, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ലൈക്കും സബ്ബും ഒന്ന് ചെയ്തോളാം. നമ്മുടെ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. സോ കൊടു ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ GT ലെഗസിയുടെ പാട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു ഗൈസ്? ഇഷ്ടപ്പെട്ടു പറയണം ഗൈസ്. ഓക്കെ, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന്. അതിന് മുന്നേ നമുക്കൊരു നല്ല വണ്ടി വേണം ഗൈസ്. ഈ വണ്ടി എന്താണ് ഇവർക്കെന്താ ഓടുന്നത്? പറഞ്ഞല്ലോ ഇവരെന്താ സീരിയസ് ആൾക്കാരാണ് ഗൈസ്. നമ്മളാണെങ്കിൽ ഇവിടെ മഞ്ഞക്കരുവിൻ്റെ കുറേ റീജിയൻ നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ബല്ലാസിന്റെ ടെറിട്ടറി ഈ മഞ്ഞക്കരു ഉണ്ടല്ലോ, ഈ ടെറിട്ടറി ഒരു മഞ്ഞക്കരു നമുക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റുന്നില്ല. വെച്ച കഴിച്ചാൽ എപ്പോഴും ഫൈറ്റാ വയസ്സ്. മഞ്ഞക്കരുടെ ഫുൾ സെറ്റ് ഫൈറ്റാ വെച്ചാൽ എൻ്റെ കഴിഞ്ഞ പാർട്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. നമ്മൾ സെറ്റ് ഫൈറ്റ് ആയിരുന്നു. നമുക്ക് ഹോമിയുമായ ഒരു യാത്രയാണ് നമ്മൾ നെക്സ്റ്റ് ഐലൻഡിൽ. നമ്മൾ ലിബർട്ടി സിറ്റി കഴിഞ്ഞിട്ട് ഇല്ല ലോസ് ആൻഡോസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഈ ഐലൻഡിലോട്ടൊക്കെ ഒന്ന് പോകണമല്ലോ വയസ്സ്. നമുക്ക് പോകാം വയസ്സ്, നമുക്ക് അടുത്ത ഐലൻഡിലോട്ട് പോവാം. സോ നമ്മൾ നെക്സ്റ്റ് ഐലൻഡിലോട്ട് പറപ്പിച്ച് വിടുന്നുണ്ട് വയസ്സ്. പറപ്പിച്ച് വിടാണ്ട് വയസ്സ്, പറപ്പിച്ച് വിട്ടു. അയ്യോ വയസ്സ്, വളരെ കൺട്രോൾ ഇച്ചിരി പൊടിക്ക് മോശമായിട്ടുണ്ട് GT ലെഗസിൽ. ഗ്രാഫിക്സ് ഒക്കെ പതിയെ ലോഡാകുന്നുള്ളൂ വയസ്സ്. എൻ്റെ ഫോണിൻ്റെ ആണ് തോന്നുന്നത്. ഞാനിപ്പോൾ കളിക്കുന്നത് 60 FPS അൾട്രയിലാണ് കളിക്കുന്നത് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് ഇച്ചിരി ഗെയിം പൊടിക്കൊക്കെ ലാഗാൻ ചാൻസ് ഉണ്ട് ഗൈസ്. വെച്ചാൽ 60 FPS ഞാൻ ഫോഴ്സ് വെച്ചേക്കും, അതിൽ നിന്ന് അനുകരിക്കാം. ഓ ഗൈസ്, പറഞ്ഞോളൂ ഗൈസ്. നിങ്ങൾക്ക് ഗൈസ് ഈ അനിമേഷൻസ് ഒക്കെ ഉണ്ടോ? വണ്ടിയുടെ ഡോറിന് അങ്ങനെ ഇത് ഒറിജിനൽ GT San Andreas ഇല്ല. നമ്മൾ GT ലെഗസിലോട്ടൊന്ന് ഞാനും അപ്ഡേറ്റ് ചെയ്തോളൂ ഗൈസ്. നമ്മുടെ ഗെയിം നമുക്ക് എത്ര സ്മൂത്തായിട്ട് ഗൈസ്. വെച്ചാൽ എൻ്റെ ഫോണിൽ ടെമ്പറേച്ചർ ഞാൻ കളിച്ചിട്ട് നോക്കിയപ്പോൾ ഒരു 42.6 ഡിഗ്രി സെൽഷ്യസാണ് കാണിക്കുന്നത്. അത്രയും സ്മൂത്ത് ഗെയിം പ്ലേ ആണ് നമ്മുടെ ഈ മെരിലക് ഡയമൻസിറ്റി G35 വരുന്നത്. വെച്ചാൽ അൾട്രാ ഗ്രാഫിക്സ്, വെച്ചാൽ അടിക്കിടിലും ഗ്രാഫിക്സ്. അതും ഇത് ഇറക്കി എന്നാ അറിയോ വയസ്സ്? 2020 ഇറക്കിയ പ്രോസസ്സർ. എന്നിട്ട് ഇതിന്റെ ഗ്രാഫിക്സ് ഉണ്ടോ? വണ്ടി പറഞ്ഞു പോയല്ലേ എൻ്റെ ദൈവമേ. അയ്യോ ചത്ത് വണ്ടി ഇറങ്ങ് ഹോമി, വണ്ടി ഇറങ്ങ് ഓട് ഫോളേ വാ. അയ്യോ അമ്മേ. ഹോമി വാ പറയാ. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ വളരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്കും ഒരു സബ്ബും അടിക്കുക, പിന്നെ ഒരു കമൻറ്റും കൂടി ഇട്ടാൽ. ഓക്കെ ഗൈസ്, നമ്മുടെ ചാനലിലേക്കും സബ്ബും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീട്ടിലോട്ട് നടക്കാം. നമ്മളാണെങ്കിൽ ഇത് വേറെ ഐലൻഡ് അല്ല, നമ്മുടെ ഐലൻഡ് തന്നെ. ഐലൻഡ് വേറെ സ്ഥലമാണ്. നമ്മൾ അൾട്രാ 60 FPS കളിച്ച് നമ്മൾ ഇവിടെയൊക്കെ എത്തി. അവരെ പൊട്ടിക്കണം. മാറാണല്ലേ വേണം പൊട്ടിക്കണം. പാവങ്ങളൊന്നും ചെയ്യണ്ട. നമുക്കൊരു വണ്ടി എടുത്തോണ്ട് പോകണം. എനിക്കൊരു വണ്ടി വേണം. ഹോമി കുറെ വരുന്നുണ്ടല്ലോ. ഹോമി ഓടി വരുന്നുണ്ട്. ഹോമീസ് ഫയർ. നമ്മളിപ്പം നോക്കണം നല്ലൊരു വണ്ടിയാണ്. പണ്ടാരം ഒരു വണ്ടിയും കിട്ടുന്നില്ല. പൂശിയോ ഗൈസ്, ഒരു വണ്ടിയും കിട്ടുന്നില്ല. ഹോമി വരുന്നുണ്ട് പറയാൻ. ഹോമി അങ്ങോട്ട് പോവാ. ഹോമി
മാറി ഹോമിയോ വിളിച്ചിട്ടുണ്ട്. നീ കീഴിൽ മാറി, ഞാൻ ഹോമിയോ വിളിച്ചിട്ടുണ്ട്. കീഴിൽ മാറാ, നീ കീഴിൽ മാറി, ഞാൻ ഹോമിയോ വിളിക്കട്ടെ. വാ ഹോമി, വണ്ടി കയറ്. ഹോമി എന്തു പറ്റി? ഹോമി വണ്ടി കയറ്. ആ വാ, നമുക്ക് അടുത്ത ഐലൻഡിലോട്ട് പോകണ്ടേ? നമ്മൾ ഇത് അടുത്ത ഐലൻഡ്, നമുക്ക് പോയിട്ട് വരാം. ഷെറ്റ് ഗൈസ്, നമുക്ക് ഇവിടെ കൂടെ തിരിയണം. നമ്മൾ ഫുൾ സ്പീഡിലോട്ട് എടുക്കുകയാണ്. GTA San Andreas Legacy കളിച്ചാൽ ഫോൺ നല്ല പഴുത്ത് ചുട്ടുന്ന ചൂടുണ്ട്. റോബ്ലോക്സ് കളിക്കുമ്പോൾ ഈ അവസ്ഥ അല്ല, ഇതിനപ്പുറം ചൂടാണ്. GTA San Andreas Legacyൻ്റെ ഗ്രാഫിക്സ് കാട്ടി സീനാണ് റോബ്ലോക്സ്. കിണ്ണം ഗ്രാഫിക്സ് ആയിട്ട് നോക്ക് നിങ്ങളൊന്ന്. ഫുൾ HDR അൾട്രാ ഗ്രാഫിക്സ്, എല്ലാം മാക്സ് സെറ്റിങ് കിടക്കും. എല്ലാം മാക്സ് സെറ്റിങ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം മാക്സ് സെറ്റിങ് ആയിസ് വെച്ചാൽ നമ്മുടെ ഗെയിം ഫുൾ മാക്സ് സെറ്റിങ്. മാക്സ് വെച്ചാൽ മാക്സ്, എല്ലാം മാക്സ് ഡീറ്റെയിൽഡ് അഡ്വാൻസ്ഡ് എല്ലാത്തിനും കിടക്കും. GTA San Andreas ഫുൾ HDR അൾട്രാ ഗ്രാഫിക്സിലാണ് നമ്മൾ കളിക്കുന്നത്. ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കാണ് ഗൈസ്, എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തുവിടുക. ഓക്കെ, നമ്മുടെ സിറ്റിയിലോട്ട് പോകുന്നൊരു ഗൈസ് നമ്മുടെ അടിപൊളി പ്ലാനാണ്. നമുക്ക് സിറ്റിയിലോട്ട് പോകാനുള്ള പ്ലാൻ, നമുക്ക് പോവാം. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. സത്യം നമ്മൾ ഗെയിം മൊത്തം കംപ്ലീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഐലൻഡിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ബാരിയർ കാണും. എൻ്റെ പഴയ GTA San Andreas ഗെയിം പ്ലേ എടുത്ത് നോക്കി എനിക്ക് അറിയാൻ പറ്റി. അവിടെ കുറേ ടൈം ട്രൈ ചെയ്തു, പോലീസ് ഒന്ന് പിടിക്കും ഗൈസ്. ഞാനാണെങ്കിൽ മിഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് എനിക്ക് ഏകദേശം 2 ആഴ്ചയോളം എടുത്തിട്ടുണ്ട്. പക്ഷേ GTA San Andreas Legacyയിൽ അത്യാവശ്യം വെച്ചാൽ ഗ്രാഫിക്സ് ഫിസിക്സും എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പൊടിക്ക് ഡീറ്റെയിൽസ് ഒന്നും ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്തേ ഉള്ളൂ. 360 MB GTA San Andreas Legacy. ഓക്കെ, എനിക്ക് കമൻറ്റിലൊന്നും അതിൻ്റെ ലിങ്ക് ഇട്ടുതരാൻ പറ്റില്ല. യൂട്യൂബ് എൻ്റെ ഇത് വീഡിയോ കളയും, അതുകൊണ്ട് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അയ്യോ യെസ്, ഹോമിലൂടെ നമ്മൾ അടുത്ത ഐലൻഡ് എത്തിയിട്ടുണ്ട്. ഹോമിയുടെ കൊണ്ട് ഹോമി 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 ഹോമി. ഓ മലര് ഈ പൂച്ചിട്ടുണ്ട്. ഓയ്യാ, ഗെയിം ഇടയ്ക്ക് വെച്ചൊന്ന് ക്രാഷ് ആവുന്നുണ്ട്. ഒരു വട്ടം ഞാൻ ഈ GTA San Andreas Legacy ഇട്ട് ഫുൾ ഗ്രാഫിക്സ് ഇട്ട് കളിച്ച് നോക്കിയതാണ്. ഗെയിം മൊത്തത്തിൽ ഞാൻ ക്രാഷായി. മൊത്തത്തിൽ ക്രാഷായി. ഗെയിം മെഷീൻ മൊത്തം അതിൻ്റെട്ടായി, എല്ലാം സീനായി. നിങ്ങൾ ലെഗസി കയറ്റി അപ്ഗ്രേഡ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പൈസ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്തില്ലേ. സോ നമ്മളിങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഹോമിയെ കൊണ്ട് അടുത്ത ഐലൻഡ് എത്തിയിട്ടുണ്ട്. ഹോമിയെ കൊണ്ട് നമ്മൾ പോവുകയാണ്. ഹോമിയെ കൊണ്ട് നമ്മൾ അടുത്ത ഐലൻഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് പോവാം. ഈ വയസ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് പോയി കഴപ്പങ്ങ് മാറി. സോ വയസ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ മാറുണ്ട്. അപ്പൂപ്പ അവിടെ കിടപ്പുണ്ടോ? യെസ്, കിടപ്പുണ്ട്. നമ്മളപ്പ വേറെ അപ്പൂപ്പനെ കൂടെ ഇടിച്ചിട്ടുണ്ട്. ഗായ്സ്, ഞാൻ GTA San Andreas അല്ലാതെ റോബ്ലോക്സ് കളിക്കാൻ എൻ്റെ അടി ഞാൻ ഇപ്പം കാണിച്ചത് നിങ്ങൾ നോക്കിയിട്ട് ഫോളോ ചെയ്യണേ. ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. റോബ്ലോക്സിൻ്റെ ഐഡിയ ഇപ്പം കാണിച്ചു തരാം. ഡിസ്പ്ലേ കാണുന്ന ഒന്ന് നിങ്ങളൊന്ന് പെട്ടെന്ന് ഫോളോ ചെയ്തേക്കണം. ഓക്കെ, സോ നമ്മളവിടെ പോവാണ്. ഗൈസ്, ഞാനൊരു ചാലഞ്ച് ചെയ്യാൻ പോകണം. നമ്മൾ ഏരിയ 47 കയറി പോകാൻ പോകണം. ഓ പതിയെ എന്തോ ഗൈസ് മാറും ഏരിയ. നമ്മുടെ ഏരിയ 47 വെച്ചാൽ എവിടെ ആയിരിക്കും? ഏരിയ 47 നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏരിയ 47 കയറണമെന്നൊക്കെ. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഏരിയ 47 എവിടെ ഗൈസ്? എൻ്റെ മുഖത്ത് ഇതാണോ ഏരിയ 47? അത് തോന്നുന്നില്ല, ഇതാണ് തോന്നുന്നത് ഏരിയ 47. പോയി നോക്കാം. പാ, ഏരിയ 47 കയറണം, അതാണ് ചാലഞ്ച്. പക്ഷേ കഴിച്ച് നമ്മളെ ഫോണിൽ കളിക്കുന്നതുകൊണ്ട് ചീറ്റ് കോഡ് അങ്ങനത്തെ ഈസി പോഷനുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാറും, നിങ്ങൾ ട്രാഫിക് ലൈറ്റ് ഇപ്പം നോക്കണ്ട. ഈസി പോഷനായിട്ടും ഫുൾ ഗ്രാഫിക്സ് കളിക്കുകയാണ്. ഗെയിം ഇടയ്ക്കൊക്കെ ഒന്ന് ലാഗാണ്, നിങ്ങളൊന്ന് സൈറ്റ് എടുക്കുക. ഡാമേജ് GTA 5 സ്മൂത്ത് ഹാൻഡിൽ ഒന്നും പ്രതീക്ഷിച്ചില്ല ഗെയിം. പക്ഷെ നല്ല ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് ചില സമയത്തൊക്കെ. ഇവിടെ നിന്നൊരു ബ്രേക്ക് കുടിച്ചിട്ട് പോകാൻ.
ബ്രേക്ക് ഓടിക്കാൻ നമ്മൾ വണ്ടി സ്ലോ ആയിട്ട് നുളഞ്ഞിട്ട് ഫുൾ സ്പീഡിട്ടാൽ മതി. സീനൊന്നുമില്ല. ഒന്ന് പെട്ടെന്ന് ഓടി പോയി എത്ര നേരം കൂടി എന്ത് ഇത്ര ലാഗാവുന്നത്. ചൂടായി കഴിഞ്ഞാൽ ഈ മിനിറ്റ് ടൈംസ് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര ലാഗാണ്. പിന്നെ ഗെയിമിങ് പിന്നെ എല്ലാം സ്ലോ ആവും. ഒന്ന് സ്ലോ ആയി കഴിയുമോ ചിലതിനോട് ഷാഡോ ഒക്കെ ഓൺ ചെയ്തിട്ടുമ്പോൾ ഫോണ് പൊള്ളില്ല. ഫുൾ സ്പീഡിൽ പോവുകയാണ് നമ്മൾ. സ്റ്റിൽ മിലിറ്ററി ഡയമൻസിറ്റി ഇതെല്ലാം സ്മൂത്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത്രയും വലിയ സീനും ഈ പൂശാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ മിലിറ്ററി ഡയമൻസിറ്റി ഇതൊക്കെ ഒന്ന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഏരിയ 47 അതെനിക്ക് ഏരിയ 47 ഒന്നും ഉറപ്പില്ല. എന്നാലും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിലൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ട് ഏരിയ 47 പോയി പിന്നെ പോയിരിക്കും മോശം. ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി നോക്കുന്നുണ്ട്. ഗെയിമിലോട്ട് കിടക്കാം. സോ നമുക്ക് വീഡിയോട്ട് ഇടാം. ഏരിയ 47 പോയി നോക്കാം. വെച്ചാൽ നമ്മുടെ ഈ സ്റ്റോമൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സും ലാഗൊക്കെ ഒന്ന് കുറയുടെ. പക്ഷേ ഇരുട്ടാകുമ്പോൾ നമുക്ക് അത്രയും ഈ ഷാഡോ പ്രൊഡ്യൂസ് ആവുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ഗെയിം ഒന്ന് നമ്മളെ പോകുന്ന നേരത്ത് കണ്ടോ ലോഡാവുന്നു. പൊടി 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 പ്രോസസർ ഭയങ്കരമായിട്ട് ഹെവി ഡ്യൂട്ടി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒന്നും അല്ല ഏരിയ 47. ഏരിയ 47 എവിടെയാണെന്ന് പറയാനുള്ളത്. നിങ്ങൾ ഈ മലയാളം എടുത്താണോ? അത് പോയി നോക്കാം. യോ 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 നമ്മളിവിടെ ഹോമിയുണ്ട്. ഏരിയ 47 പോകണം. ഗെയിം ചെയ്തിട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ പ്രതീക്ഷ. ഏരിയ 47 ഇവിടോട്ടല്ലോ. ഏരിയ 47 പോകുന്ന ആഗ്രഹം ഭയങ്കര ക്രേസി വോയിസ്. ഓ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. നമ്മൾ പോവാണ് ഏരിയ 47 എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോവാണ്. പക്ഷെ ഇവിടെ എനിക്ക് എന്തൊരു കാണുന്നില്ല. GTA San Andreas ഒരു വലിയ മാപ്പുള്ള ഗെയിമായതുകൊണ്ട് കൺഫ്യൂഷനാണ്. പക്ഷെ നമ്മളെ GTA Vice Cityയിലൊക്കെ നോക്കുവാണെങ്കിൽ അത്രയ്ക്ക് വലിയ മാപ്പോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇങ്ങോട്ട് താഴോട്ട് പോവാം. കിണ്ണമായിരിക്കും താഴെ. യോ യോ സോ സോറി ഹോമി, ഐ വുഡ് കിൽ യു. പിന്നെ നമുക്ക് വീട്ടിലോട്ട് വരാം.